അപ്പോൾ ഞങ്ങൾ ഒരു മതേതര സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ ഒരു വിവേകാനന്ദ ഭക്തനാണ്. എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഞാൻ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പഠിച്ച് ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ ട്രെയിൻഡാണ് സേവാഗ്രാം ആശ്രമത്തിൽ. ഞാൻ എല്ലാ വർഷവും സേവാഗ്രാമിൽ പോകുന്ന ആളാണ്. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് എൻ്റെ രാഷ്ട്രീയം ഞാൻ നേരത്തെ തിരഞ്ഞെടുത്താണ്. എൻ്റെ പിതാവ് CPM കാരനായിരുന്നു. ഞങ്ങളൊരു കോൺഗ്രസ് ഫാമിലിയല്ല. ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ പിന്നെ ഒരു ഇന്ത്യൻ ജനാധിപത്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ദേശീയ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിനെയാണ്. അത് എത്ര നഷ്ടം വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാർലമെൻറ്റ് രംഗത്തെ നഷ്ടങ്ങളോ ഓർഗനൈസേഷൻ രംഗത്തെ നഷ്ടം അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഞാൻ സോഷ്യൽ കമ്മിറ്റഡാണ്. അതുകൊണ്ട് MLA MP പഞ്ചായത്ത് അതൊന്നും ജനാധിപത്യത്തിൻ്റെ അളവുകളല്ല പ്രോട്ടോകോൾ എന്നുള്ളത്. അനിലക്കര, ഞാനൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ പഞ്ചായത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി പറയുന്നു, അനിലക്കര അതിനകത്ത് ഒരു വിഷമവും പ്രകടിപ്പിച്ചില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 വർഷക്കാലം അരുണിൻ്റെ നേരത്തെ ഓർമ്മയുണ്ട്. ഞാൻ അന്ന് അരുൺ മറ്റൊരു ചാനലിരിക്കുന്ന സമയത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഞാൻ തോറ്റ ഒരു പാരമ്പര്യം എനിക്കുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ തോൽക്കുന്നത്. അപ്പോൾ എനിക്കൊരു കുറ്റബോധം എനിക്ക് തോന്നി. അടാട്ടിനെ നേഴ്സ് ചെയ്യുന്നതിൽ കഴിഞ്ഞ 5 വർഷക്കാലം എന്തെങ്കിലും കുറവ് വന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ 6000 വോട്ടാണ് എനിക്ക് ലീഡ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അത് 3000 കുറഞ്ഞു. ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ അത് 100 കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു നേഴ്സിങ്ങിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഒന്നും എനിക്കുണ്ടായിരുന്നു. അന്നത്തെ പോസ്റ്റ് നോക്കിയാൽ കാണാം. അതുകൊണ്ട് പാർട്ടി പറഞ്ഞപ്പോൾ അനിൽ അക്കരെ ജീവിച്ചിരിക്കുന്നത്, രാഷ്ട്രീയക്കാരൻ ജീവിച്ചിരിക്കുന്നത് അടാട്ടിൻ്റെ വിജയത്തിൽ മാത്രമാണ്. അടാട്ടിൻ്റെ പരാജയത്തിൽ അനിൽ അക്കര ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ ജീവിക്കണം. അതുകൊണ്ടാണ് മത്സരിക്കുന്നത്.